നമസ്കാരം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാ മാസവും കൃത്യമായ ഒരു 10,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു കിടിലൻ പ്ലാനിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അവരുടെ റിട്ടയർമെന്റ് ജീവിതത്തിന് ഒരു കൈത്താങ്ങാകുന്ന വളരെ ലളിതമായ ഒരു പ്ലാൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്? ഈ പ്രായത്തിൽ പൈസയുടെ കാര്യത്തിൽ ഒരു ടെൻഷനുമില്ലാതെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം. അപ്പോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. പേടിക്കാനൊന്നുമില്ല. ഇത് അത്ര സങ്കീർണമായ കാര്യമൊന്നുമല്ല. വളരെ സുരക്ഷിതമായ, ഗവൺമെന്റിന്റെ ഉറപ്പുള്ള, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മാജിക് നമ്പർ, 10,000 രൂപ. എല്ലാ മാസവും കൃത്യമായി ഈ ഒരു തുക അവരുടെ അക്കൗണ്ടിലേക്ക് വരണം. ഈ ഒരു സംഖ്യ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലേ? ഈ 10,000 രൂപ മാസാമാസം കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട ഒരു തുകയുണ്ട്. അതാണ് ഈ കാണുന്ന 15 മുതൽ 18 ലക്ഷം രൂപ വരെ. ഇതിനെയാണ് നമ്മൾ കോർപ്പസ് എന്ന് പറയുന്നത്. ഈ വലിയ സംഖ്യ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ശരി, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ കണക്കുകളിലേക്ക് ഒരു കടക്കാമല്ലേ? ഈ കോർപ്പസ് തുകയായ 15 ലക്ഷം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യം എളുപ്പമായി. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ കോർപ്പസ് എന്ന് പറയുന്നത് ഒരു തെങ്ങ് നടുന്നതുപോലെയാണ്. നമ്മളൊരു തെങ്ങ് നട്ടാൽ അത് എല്ലാ മാസവും നമുക്ക് തേങ്ങ തന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഈ കോർപ്പസ് നിക്ഷേപിച്ചാൽ അത് എല്ലാ മാസവും നമുക്ക് പലിശ രൂപത്തിൽ ഒരു വരുമാനം തരും. ആ വരുമാനമാണ് നമ്മുടെ 10,000 രൂപ. കണക്ക് വളരെ സിമ്പിളാണ്, നോക്കിക്കോ. 15 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം 8% പലിശ കിട്ടിയാൽ അത് 1,20,000 രൂപയാവും. ഈ തുകയെ 12 മാസം കൊണ്ട് ഹരിച്ചാൽ എത്രയായി? കൃത്യം 10,000 രൂപ. ഇനി പലിശയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലേ? അപ്പോൾ ഒരു സേഫ്റ്റിക്ക് 18 ലക്ഷം രൂപ ലക്ഷ്യം വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കേ, അപ്പൊ ഈ കോർപ്പസ് തുക എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും? അതാണ് അടുത്ത പ്രധാന ചോദ്യം. നമുക്ക് മുന്നിൽ ഏറ്റവും സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു 5 വഴികളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചേർന്നത് തിരഞ്ഞെടുക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആള്, ഒരുപക്ഷേ നമ്മുടെ ഈ ലക്ഷ്യത്തിന് ഏറ്റവും അനുയോജ്യമായ പ്ലാൻ ഇതുതന്നെയാണ്. ഇതിന്റെ പേരിൽ തന്നെയുണ്ട് കാര്യം: പ്രതിമാസ വരുമാന പദ്ധതി. ഈ കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്നറിയാമോ? പ്രതിമാസം. അതായത് എല്ലാ മാസവും കയ്യിൽ പണം കിട്ടും. അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൂടി ഒരു ജോയിന്റ് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. ഗവൺമെന്റിന്റെ ഉറപ്പുള്ളതുകൊണ്ട് 100% സുരക്ഷിതവുമാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, അല്ലെങ്കിൽ SCSS. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉയർന്ന പലിശ നിരക്കാണ്. ഇവിടെ ഒരു പക്ഷേയുണ്ട്. പലിശ സൂപ്പറാണ്, ഏകദേശം 8.2% കിട്ടും. പക്ഷേ പണം കയ്യിൽ വരുന്നത് 3 മാസം കൂടുമ്പോഴാണ്. അതായത് ഒരുമിച്ചൊരു വലിയ തുക കിട്ടും. അപ്പോൾ എല്ലാ മാസത്തെയും ചെലവുകൾക്ക് പണം വേണ്ടവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായേക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടത് 100%, അതായത് ഒരു തരി പോലും റിസ്ക് ഇല്ലാത്തൊരു ഓപ്ഷനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വന്തം സേവിംഗ്സ് ബോണ്ടുകൾ. ഇതിന്റെ പലിശയും നല്ലതാണ്, എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം എന്നൊരു ഗുണവുമുണ്ട്. പക്ഷേ വരുമാനം കിട്ടുന്നത് 6 മാസം കൂടുമ്പോഴാണ്. അതുകൊണ്ട് ദൈനംദിന ചിലവുകൾക്ക് ഇതത്ര പ്രായോഗികമാകണമെന്നില്ല. ഇനി വരുന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളാണ്, നമ്മുടെ സ്വന്തം ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, അതായത് FD. മിക്ക ബാങ്കുകളിലും സീനിയർ സിറ്റിസൺസിന് സാധാരണയേക്കാൾ കൂടുതൽ പലിശ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് മാസാമാസം പലിശ കിട്ടുന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കാം. പക്ഷെ ഒരു കാര്യം, മറ്റുള്ള സർക്കാർ പദ്ധതികളെ വെച്ച് നോക്കുമ്പോൾ പലിശ ചിലപ്പോഴൊരു പൊടിക്ക് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ 10,000 രൂപ എന്ന ലക്ഷ്യം നേടാൻ ഒരു 17-18 ലക്ഷമൊക്കെ നിക്ഷേപിക്കേണ്ടി വന്നേക്കാം. ഇനി കുറച്ചുകൂടി ഒരു മോഡേൺ ആയിട്ടുള്ള പുതിയ കാലത്തെ ഒരു ഓപ്ഷൻ നോക്കിയാലോ? ചെറിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് പരിഗണിക്കാവുന്നതാണ്. ഇതിനെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊക്കെ പറയും. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനോട് പറയുകയാണ്, എനിക്ക് എല്ലാ മാസവും കൃത്യം 10,000 രൂപ വെച്ച് എന്റെ അക്കൗണ്ടിലേക്ക് തരണം എന്ന്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്കി പണം അവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഓർക്കണം, ഇത് മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റുള്ളവയെ പോലെ 100% ഗ്യാരണ്ടിയില്ല. ഓക്കേ, അപ്പൊ നമുക്ക് മുന്നിൽ കുറേ ഓപ്ഷൻസ് ആയി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: പണം എങ്ങനെ കയ്യിൽ കിട്ടണം? എല്ലാ മാസവും കുറേശ്ശെയായിട്ടാണോ വേണ്ടത്, അതോ കുറച്ച് മാസം കൂടുമ്പോൾ ഒരുമിച്ച് വലിയൊരു തുകയായിട്ടാണോ വേണ്ടത്? ഇത് നോക്കിയാൽ സംഭവം ക്ലിയർ ആകും. PMIS, FDs എന്നിവയൊക്കെ ഒരു ശമ്പളം പോലെയാണ്. എല്ലാ മാസവും 1-ാം തീയതി അക്കൗണ്ടിൽ പണം വരും. വീട്ടുചിലവുകൾക്കും മരുന്നിനുമൊക്കെ അത് വളരെ എളുപ്പമാണ്. എന്നാൽ SCSS, RBI ബോണ്ടുകൾ എന്നിവ ഒരു ബോണസ് കിട്ടുന്ന പോലെയാണ്. ഒരു വലിയ തുക ഒരുമിച്ച് കിട്ടും. അത് ചിലപ്പോൾ എന്തെങ്കിലും വലിയ ആവശ്യങ്ങൾക്ക് നല്ലതായിരിക്കും. ശരി, ഇത്രയും ഓപ്ഷൻസൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിലേതാണ് ഏറ്റവും നല്ലത്? നമുക്ക് ഏറ്റവും പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ഏതാണെന്ന് നോക്കാം. നമ്മുടെ 10,000 rupees എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ക്ലിയർ കട്ട് വഴി. ഇതാണ് ഏറ്റവും മികച്ച വഴി. വെറും 2 സ്റ്റെപ്പേ ഉള്ളൂ. സ്റ്റെപ്പ് 1: 15 ലക്ഷം രൂപ നേരെ പോസ്റ്റ് ഓഫീസിലെ POMISൽ ഒരു ജോയിന്റ് അക്കൗണ്ടിൽ കൊണ്ടിടുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 9,250 രൂപ മാസം കിട്ടിത്തുടങ്ങും. ഇനി വേണ്ടത് ഒരു 750 രൂപ കൂടിയല്ലേ? അതിന് സ്റ്റെപ്പ് 2:
ബാക്കിയുള്ള 1-2 ലക്ഷം രൂപ നല്ല പലിശ കിട്ടുന്ന ഒരു സീനിയർ സിറ്റിസൺ ബാങ്ക് FDയിൽ ഇടുക. അതും മാസമാസം പലിശ കിട്ടുന്ന ഓപ്ഷൻ എടുക്കണം. അപ്പോൾ ആ വിടവും നികന്നു, നമ്മുടെ ലക്ഷ്യമായ 10,000 രൂപ കൃത്യമായി കിട്ടും. പോരാത്തതിന് ഈ FD ഒരു എമർജൻസി ഫണ്ടായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കണക്കുകൾക്കും പ്ലാനുകൾക്കുമൊക്കെ അപ്പുറം നമ്മൾ അവർക്ക് കൊടുക്കുന്നത് വെറും പണമല്ല, അതൊരു ധൈര്യമാണ്. ഒന്നിനും ഒരു കുറവുമില്ല എന്നൊരു മനസ്സമാധാനമാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി വെറുതെ ഇരിക്കാതെ അവരുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളെ എടുക്കാൻ പോകുന്ന ആ ആദ്യത്തെ ചുവടുവയ്പ് എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.